മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം തുടരാമെന്ന ഉത്തരവിൽ സർക്കാരിന് തൽക്കാലത്തേക്ക് ആശ്വാസം. സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്തതോടെ പ്രവർത്തനം പുനരാരംഭിച്ച് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ. മുനമ്പം നിവാസികളെ വഖഫ് ഭൂമി കേസിൽ കക്ഷിയേർത്ത് ട്രിബ്യൂണൽ. വഖഫ് നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് നൽകിയ ഹർജി സുപ്രീം കോടതി ഉടൻ പരിഗണിക്കും. ലഹരിക്കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ നടൻ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കും. കേസിന് ആധാരം സിനിമാ താരങ്ങൾക്ക് ഹൈബ്രിഡ് കഞ്ചാവ് നൽകിയെന്ന തസ്ലിമ സുൽത്താനയുടെ വെളിപ്പെടുത്തൽ. നടിയെ ആക്രമിച്ച കേസ് CBIക്ക് വിടില്ല. കേസിൽ വിധി വരാനിരിക്കെ നടൻ ദിലീപിന്റെ ആവശ്യം തള്ളി ഹൈക്കോടതി. കൊല്ലം കോട്ടുക്കൽ അമ്പലത്തിലെ ഉത്സവത്തിൽ RSS ഗണഗീതം പാടിയത് അന്വേഷിച്ച് പോലീസും ദേവസ്വം ബോർഡും. പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് ക്ഷേത്രോപദേശക സമിതി. പാടിയത് ദേശഭക്തി ഗാനമെന്ന് വിശദീകരണം. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ ശുചിമുറി ഇല്ലാത്തതിന് മന്ത്രിയെ തടഞ്ഞ യാത്രക്കാരും BJP പ്രവർത്തകരും. പ്രതിഷേധമുണ്ടായത് ശീതീകരിച്ച വെയിറ്റിംഗ് റൂം ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി എത്തിയപ്പോൾ. പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പ് നൽകി മന്ത്രി ഗണേഷ് കുമാർ. ട്രംപിന്റെ ആഗോള തീരുവ നീക്കങ്ങളെ തുടർന്ന് ലോകമാകെ ഓഹരി വിപണികളിൽ വൻ തകർച്ച. സെൻസെക്സ് 3000 പോയിന്റും നിഫ്റ്റി 1000 പോയിന്റും ഇടിഞ്ഞു. രൂപയുടെ മൂല്യത്തിലും കുറവ്.